നമസ്കാരം, സ്പോർട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം തിരുവല്ലം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മരണത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി ആവശ്യപ്പെട്ട് സിബിഐ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. കേരളത്തെ നടുക്കിയ കസ്റ്റഡി മരണക്കേസിന്റെ മുൻപോട്ടുള്ള ഗതി എന്താകും? ഈ വിഷയമാണ് സ്പോർട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. വിനോദ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ ചേരും. വിനോദ, വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് തന്നെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ നടുക്കുന്ന ഓർമ്മകൾ നമ്മളൊന്നും മറന്നു കാണില്ല. പ്രത്യേകിച്ചും വാർത്തയുമായി ബന്ധപ്പെട്ടവരൊന്നും ആ ഓർമ്മകൾ മറക്കുകയില്ല. അതിനുശേഷമാണ് വീണ്ടും തിരുവല്ലം പോലീസ് സ്റ്റേഷനിലെ ചില പോലീസുകാരുടെ ക്രൂരമുഖങ്ങൾ പുറത്തു വരുന്നത്. എന്താണ്, എന്ന് അവസാനിക്കും ഈ ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ? ഭവ്യ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളെ എക്കാലവും വേട്ടയാടുന്ന ഒരു ഓർമ്മയാണ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നടന്ന ഉരുട്ടിക്കൊല. അന്ന് ഉദയകുമാർ എന്ന ഒരു നിരപരാധിയെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ അതിക്രൂരമായ മൂന്നാം മുറ ആ പ്രയോഗം നടത്തി ഉദയകുമാറിനെ കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് നമ്മൾ കേരളം മുഴുവൻ കണ്ടതാണ് തുടർന്ന് നടന്ന നിയമ പോരാട്ടം. ഉദയകുമാറിൻ്റെ അമ്മ, ആ ഒരു പാവം അമ്മ CBI അന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് ആ ആവശ്യം നടക്കുകയും CBI അന്വേഷണത്തിനൊടുവിൽ കുറ്റക്കാരായ പോലീസുകാർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തിരുവല്ലത്തും ഒരു കസ്റ്റഡി മരണം ഉണ്ടാവുകയും അതിന് പിന്നാലെ പ്രോസിക്യൂഷൻ അനുമതി തേടി CBI സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. 3 പോലീസുകാരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് അനുമതി തേടിയിരിക്കുന്നത്. നമ്മൾ ഈ ആദ്യത്തെ ഫോർട്ട് സ്റ്റേഷനിലെ സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2005 ഈ സംഭവം നടക്കുന്നത്. ഭവ്യ, നമ്മൾ പറയുന്നു, കാരണം പോലീസ് കാക്കിയുടെ ബലം കാണിക്കാൻ സാധാരണക്കാരൻ്റെ ദേഹത്ത് കയറിയാൽ, സാധാരണക്കാരൻ്റെ മേൽ കുതിര കയറിയാൽ ഒരു പക്ഷേ ചെന്ന് വീഴുന്നത് ഇതുപോലുള്ള നിയമക്കുരുക്കുകളിലേക്കായിരിക്കും. ആ ഒരു സാഹചര്യം നമ്മൾ ഇപ്പോൾ ഓർക്കുമ്പോൾ അന്ന് ഉദയകുമാറിനെ ഉരുട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. കാലും അസ്ഥി ഒക്കെയും പേശികളൊക്കെയും ചതഞ്ഞു പോവുകയും അസ്ഥികൾ ഒടിയുകയും ചെയ്തു. അന്ന് വ്യാജമായ തെളിവുകൾ ഉണ്ടാക്കി, അറസ്റ്റ് ഉൾപ്പെടെയുള്ള റെക്കോർഡ് ചെയ്ത കാര്യങ്ങളിൽ വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയത് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. പിന്നീട് CBI ഉന്നത തല അന്വേഷണം വന്നപ്പോൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിൽ ACP ഉൾപ്പെടെയുള്ളവർ ഈ ഒരു കാര്യത്തിന് കൂട്ടുനിന്നു എന്നതാണ് അന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളായി അല്ലെങ്കിൽ കണ്ടെത്തലുകളായി പുറത്തു വന്ന വിവരം. ആ പോലീസുകാർക്ക് ലഭിച്ച ശിക്ഷ നമ്മളിപ്പോഴും ആ വീട്ടുകാരെ കുറിച്ചാണ്, അതായത് ഉദയകുമാറിൻ്റെ വേർപാട്, ആ അമ്മയ്ക്കുണ്ടാക്കിയ വേദന, ആ അമ്മയുടെ ഒറ്റപ്പെടൽ, ആക്രി പിറക്കി ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെ പിടികൂടുകയും മോഷണക്കുറ്റം ആരോപിച്ച് പിന്നീട് കള്ളക്കേസാണ് ഈ മരിച്ച ശേഷം അങ്ങനെ ഒരു FIR ചാർജ് ചെയ്യുകയും ഒക്കെ ചെയ്ത പോലീസിൻ്റെ പ്രവൃത്തി. ഈ പ്രവൃത്തിക്ക് ശേഷം പോലീസുകാർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിശോധിക്കണം. അതിൽ ശ്രീകുമാർ, ജിതകുമാർ, ഈ 2 പേർക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചത്. അവരുടെ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കണം. പോലീസുകാർ അവരുടെ കാക്കിയുടെ ബലം സാധാരണക്കാരൻ്റെ മേൽ കാണിക്കാൻ പോകുമ്പോൾ അവർ ആലോചിക്കേണ്ടത് തങ്ങൾക്ക് ഇനി എന്ത് സംഭവിക്കും. പക്ഷേ ഇതിലൊരു പാഠവും പഠിക്കുന്നില്ല എന്നതാണ്. ഈ തിരുവല്ലത്തെ കാര്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് അവിടെ മൊഴി വന്നിട്ടുള്ളത് സുരേഷിനെ, ഈ മരിച്ച സുരേഷിനെ അവിടെ 3ാം മുറയ്ക്ക് വിധേയമാക്കി എന്ന കാര്യമാണ്. അതിൻ്റെ അന്വേഷണത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്ന് 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ CBI പ്രോസിക്യൂഷനിലേക്ക് പോകുന്നു. സുരേഷിനെ അവിടെ പുഷപ്പ് എടുപ്പിക്കുന്നു, അതിനുശേഷം ചിറ്റപ്പ് ചെയ്യിക്കുന്നു, അതിനുശേഷം തവളച്ചാട്ടം സ്റ്റേഷനിനുള്ളിൽ ചാടിക്കുന്നു, പിന്നീട് മർദ്ദിക്കുന്നു. ഈ നിലവിളി കേട്ടതായി ഭാര്യയും സഹോദരനും അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്. അവരുടെ സാക്ഷിമൊഴിയുണ്ട്. ഒപ്പം സുരേഷിനൊപ്പം അന്ന് കസ്റ്റഡിയിലുണ്ടായിരുന്ന ആളുകൾ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയുണ്ട്. ഈ ശരീരത്തിൽ മുറിവേറ്റ പാടുകൾ, മെഡിക്കൽ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CBI പരിഗണിച്ചിട്ടുണ്ട്. ഈ 3 പോലീസുകാർ സസ്പെൻഷനിലായി എന്നതിനപ്പുറത്തേക്ക് ഈ വിപുലമായ അന്വേഷണത്തിലേക്ക് പോകുന്നു. എവിടെയാണ് ഈ പോലീസുകാർ തിരുത്തപ്പെടാതെ പോകുന്നത് എന്നതാണ് ഏറ്റവും വലിയ ചോദ്യമായി അവശേഷിക്കുന്നത്. കാരണം നെടുങ്കണ്ടത്തെ ഉരുട്ടിക്കൊല നമുക്കറിയാവുന്നതാണ്. അവിടെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിൽ ഒരു ചിട്ടിക്കമ്പനി നടത്തിയിരുന്ന ആളെ, അയാളുടെ പണം, ആ ചിട്ടിക്കമ്പനിയിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവശേഷിക്കുന്ന പണം അയാളിൽ നിന്ന് കണ്ടെത്തിയെടുക്കണം. ആ പണം കൈക്കലാക്കാൻ വേണ്ടി തങ്ങളെ കൊണ്ട് ക്രൂരമായി ഈ ആളിനെ മർദ്ദിച്ചു, അല്ലെങ്കിൽ മുളക് പൊടി അദ്ദേഹത്തിൻ്റെ കണ്ണിലും അദ്ദേഹത്തിൻ്റെ
സ്വകാര്യ ഭാഗങ്ങളിലുമടക്കം മുളക് പൊടി അരച്ച് തേക്കുന്ന തരത്തിൽ പോലീസുകാർ അവിടെ പെരുമാറി എന്നത് പിന്നീട് കണ്ടെത്തി. അതിൽ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ജില്ലയിലെ തന്നെ ഏറ്റവും ഉന്നതരായ പോലീസുകാർ ഇതിന് കൂട്ടുനിന്നു, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം ഇത്തരം നടപടികൾ ഉണ്ടായി എന്ന കാര്യമാണ് പിന്നീട് പുറത്തു വന്നത്. അതിൻ്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഏതായിരുന്നാലും ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായാലും നമ്മൾ ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെയും ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിലും എന്തുകൊണ്ട് പോലീസുകാർ അങ്ങനെ ചെയ്യുന്നു, അവർ തിരുത്തപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത്. കാരണം അവർ ഈ കാക്കിയുടെ ബലം, നമ്മൾ ആവർത്തിച്ച് തന്നെ പറയുന്നു, കാക്കിയുടെ ബലം സാധാരണക്കാരൻ്റെ മേൽ കുതിര കയറാനുള്ള സ്വാതന്ത്ര്യമോ അവകാശമോ അല്ല, മറിച്ച് ഇവർക്ക് ശാസ്ത്രീയമായി തന്നെ ഈ കുറ്റവാളികളെ ശിക്ഷിക്കാനുള്ള നടപടിയുണ്ട്. ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശാസ്ത്രീയമായി ഏറ്റവും കുറഞ്ഞ കാര്യം തന്നെ നമുക്ക് പറയാം, ഒരു ചാർജ് ഒരാൾ ഒരു കുറ്റം ചെയ്തു, FIR രജിസ്റ്റർ ചെയ്ത് ആ FIR കോടതിയിലെത്തിയാൽ തന്നെ ഈ ആൾ കോടതി കയറി ഇറങ്ങേണ്ട സാഹചര്യം, അല്ലെങ്കിൽ കോടതി ശിക്ഷിക്കുന്ന സാഹചര്യം, പിഴ അടയ്ക്കേണ്ട സാഹചര്യം, ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോലീസ് കായികമായി ഇടപെടേണ്ടതില്ലാത്ത ഒരു കൂട്ടയടി നടക്കുന്നു, അല്ലെങ്കിൽ ഒരു സമരത്തെ കൈകാര്യം ചെയ്യുന്നു, അവിടെയൊക്കെ ഒരുപക്ഷെ പോലീസിന് ഗ്രനേഡും ലാത്തിയും കണ്ണീർ വാതകമൊക്കെയും പ്രയോഗിക്കേണ്ടി വരും. അല്ലാതെ വഴി നടന്നു പോകുന്ന ഒരാളെ പിടികൂടുമ്പോൾ, അല്ലെങ്കിൽ ഒരു പരാതിയുടെ പേരിൽ ഒരാളെ പിടികൂടുമ്പോൾ അവനെ തല്ലിച്ചതച്ച് കൊലപ്പെടുത്തുന്നത്, ആ പ്രവണത എന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് സംഭവിച്ചാൽ ഈ പോലീസുകാരുടെ കുടുംബം കൂടി അവർ ആലോചിക്കേണ്ടത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ശ്രീകുമാർ, ജിതകുമാർ, ഈ പോലീസിൻ്റെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെയും നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ആ കുടുംബങ്ങളുടെ പ്രശ്നം പറയാറുണ്ട്. ഇതിൽ ഒരാൾ മരണപ്പെട്ടു പോയി, മറ്റൊരാൾ ഇപ്പോഴും വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുകയാണ്. എന്തിന് ഇങ്ങനെ ഈ ശാസ്ത്രീയമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ ഈ ആളുകളെ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക്, മാത്രവുമല്ല ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് പോകുന്നുവെന്ന സംശയം. ഏറ്റവും ഒടുവിൽ തിരുവല്ലത്ത് ഇപ്പോൾ ഷഹന എന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട ഷഹ്നയ്ക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ട്, ഒടുവിൽ ആ ഷഹ്ന ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമെത്തി. അവിടെ ആത്മഹത്യാ പ്രേരണ കുറ്റവും ഗാർഹിക പീഡനവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു. ഈ വിവരം ഈ പ്രതിക്ക് ചോർത്തി കൊടുക്കുന്നത് തന്നെ ഒരു പോലീസുകാരനാണ്, നൗഷാദ് എന്ന പോലീസുകാരൻ. അയാളിപ്പോൾ സസ്പെൻഷനിലായിട്ടുണ്ട്. എന്തിനു വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ ഈ കാര്യം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവശേഷിക്കുന്നത്. ഭവ്യ, തീർച്ചയായും വിനോദ, സാധാരണക്കാരന്റെ മേൽ കുതിര കയറാനാണോ കാക്കി എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ക്രമസമാധാനം നിലനിർത്തേണ്ടത് ആരോ അവർ തന്നെയാണ് ക്രമസമാധാനം ഇല്ലാതാക്കുന്നത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഏറെ ഗൗരവതരമാണ്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ ചോദിക്കേണ്ട ചോദ്യം, ഒരു അഴിച്ചുപണി നമ്മുടെ സേനയിൽ, പ്രത്യേകിച്ചും പോലീസ് സേനയിൽ ഉണ്ടാവേണ്ടതല്ലേ? DGP അടക്കമുള്ള ഉന്നത അധികാരികൾ ഇതിൽ ഇടപെടേണ്ടതല്ലേ? ഭവ്യ, പോലീസിൽ നടപടിയുണ്ട്. 2 പട്ടികകളാണ് ഇപ്പോൾ തന്നെ ഉള്ളത്. അതായത് പോലീസ് ആസ്ഥാനം നേരത്തെ തയ്യാറാക്കിയ ഒരു പട്ടികയും ജില്ലാ പോലീസ് മേധാവിമാരുടെ കയ്യിൽ നിന്ന് വാങ്ങി, അതായത് ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാരുടെ പട്ടികയാണ്. അതിൽ നിന്ന് പിരിച്ചുവിടൽ ആരംഭിച്ചു കഴിഞ്ഞു. 2023 മാത്രം, അതായത് ഈ കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് 18ഓളം പോലീസുകാരെ ഇങ്ങനെ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള അതിൻ്റെ പേരിൽ പിരിച്ചുവിട്ടു. അതിൽ മണൽ മാഫിയ ബന്ധം, ഗുണ്ടാ മാഫിയ ബന്ധം, വൃദ്ധയെ ലൈംഗികമായി അതിക്രമിച്ചത്, പോക്സോ കേസ്, എന്തായാലും ക്രിമിനൽ ബുദ്ധിയുള്ളവരെ, ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ പിരിച്ചുവിട്ട് സേനയിൽ ശുദ്ധീകരണം നടത്തേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് ഈ വാർത്തകളൊക്കെ വിളിച്ചു പറയുന്നത്. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റൊന്നിലേക്ക് കടക്കുകയാണെങ്കിൽ, വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛന് കുത്തേറ്റു. കേസിൽ പ്രതിയായിരുന്ന അർജുന്റെ ബന്ധുവാണ് വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ച് ആക്രമിച്ചത്. കുട്ടിയുടെ മുത്തശ്ശനും പരിക്കേറ്റിട്ടുണ്ട്. കരുതിക്കൂട്ടി ആക്രമിക്കുകയായിരുന്നുവെന്ന് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. ധർമ്മപുരിലൊരു മരണം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാനും എൻ്റെ അച്ഛനും കൂടെ സ്കൂട്ടിക്ക് അങ്ങോട്ട് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് വഴിയാണ് പോകുന്നത്. കാരണം അങ്ങനെ പോകുമ്പോൾ അർജുനൻ്റെ ചിറ്റപ്പൻ ബാബു എന്ന് പറഞ്ഞ പാലറ്റാക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു. അപ്പം നമ്മളെ കണ്ടിട്ട് കൈ കൊണ്ട് ഞാൻ വണ്ടി നിർത്തിയിട്ട് എന്നാടാന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോയപ്പോഴത്തേന് ഈ ഭാഗ്യത്തിൽ നിന്ന് കത്തി വളർന്നു അങ്ങനെ എടുത്തിട്ട് കുത്തുവാണ്. ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലപ്പെടുത്തേന് ഞങ്ങൾ അന്നേരം അറിഞ്ഞില്ല എൻ്റെ കയ്യിൽ ഇങ്ങനെ തോന്നുന്നു. അപ്പം ആൾക്കാരൊന്ന് പിടിച്ചു മാറ്റി ഇങ്ങനെ നോക്കുന്ന എല്ലാം പെട്ട് എല്ലാം കുത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്.
സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതി പാൽരാജിനെ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രിൻസ് ജെയിംസ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. പ്രിൻസ്, സമൂഹ മനസാക്ഷി ഒന്നാകെ ഞെട്ടിപ്പിച്ച കേസായിരുന്നു വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ ക്രൂരമായ ബലാത്സംഗത്തിന് ശേഷമുള്ള മരണം. ഇതിനുശേഷമാണ് ഇപ്പോൾ ആ കുഞ്ഞിന്റെ അച്ഛനെ പ്രതിയെന്ന് പോലീസ് കരുതിയ, എന്നാൽ കോടതി വെറുതെ വിട്ട അർജുന്റെ ബന്ധുവായ ഒരാൾ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള വിവരം പുറത്തു വന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇത് ഏറെ ഗൗരവമുള്ളൊരു വിഷയം കൂടിയാണ്. തീർച്ചയായും വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണിത്. രാവിലെ വണ്ടിപ്പെരിയാർ ടൗണിൽ പശുപ്പാറ ജംഗ്ഷനിൽ വെച്ചാണ് പശുമല ജംഗ്ഷനിൽ വെച്ചാണ് ഇതൊരു സംഭവം നടക്കുന്നത്. ഒരു മരണാനന്തര ചടങ്ങിനായി ബൈക്കിൽ പോവുകയായിരുന്നു ഈ പെൺകുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും. ഈ സമയത്താണ് ഈ അർജുന്റെ ബന്ധു പിതാവിന്റെ സഹോദരനായ പാൽരാജ് ഇവരുടെ അസഭ്യവർഷം നടത്തിയത്. തുടർന്ന് ഇവർ വാഹനം നിർത്തുകയും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുകയും ചെയ്തു. ഈ സമയത്താണ് ആക്രമണം നടത്തിയത്. കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുകയായിരുന്നു. കുട്ടിയുടെ അച്ഛന്റെ ഇരു കാലുകൾക്കും ഒപ്പം ശരീരത്തും മുറിവേറ്റിട്ടുണ്ട്. ഒപ്പം ഈ മുത്തച്ഛനും സാര പരിക്കേറ്റു. രാവിലെയാണ് ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നത്. വണ്ടിപ്പെരിയാർ കേസിൽ വിധി ഉണ്ടായതിനു ശേഷം വലിയ ഒരു ജനകീയ പ്രതിഷേധമൊക്കെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ജനകീയ പ്രതിഷേധം. ഒപ്പം രാഷ്ട്രീയ കക്ഷികളും സാമൂഹിക സംഘടനകളും ഒപ്പം തോട്ടം തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ മാർച്ചും ഒപ്പം പ്രതിഷേധ പരിപാടികളും നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം ഈ കുട്ടിയുടെ ബന്ധുക്കളുമൊക്കെ കുട്ടിയുടെ കുടുംബം ഒക്കെ തങ്ങൾക്ക് മറ്റുള്ളവർ അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതൊക്കെ ആരോപണങ്ങൾ അതേ ദിവസം തന്നെ ഉന്നയിച്ചിരുന്നു. അപ്പം കേസിൽ ഇത്തരത്തിലൊരു വിധി ഉണ്ടാകുമെന്ന് ഈ കുടുംബത്തിന്, അതായത് പ്രതിയായി കോടതി വെറുതെ വിട്ട അർജുന്റെ കുടുംബത്തിന് മുൻപേ അറിയാമായിരുന്നു. അത്തരത്തിലുള്ള ഇവരോട് സംസാരിച്ചിരുന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ മുൻകൂട്ടി തന്നെ പറയുകയുണ്ടായി. കാരണം ഇവരുടെ ബന്ധുക്കൾ ഈ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ മേഖല നടത്തിയതായും മുൻകൂട്ടി പറഞ്ഞിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലുള്ളൊരു സംഭവങ്ങൾ ഉണ്ടാവുകയും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. തോട്ടം തൊഴിലാളികളുടെ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പല ദിവസങ്ങളിലും ഈ കുടുംബങ്ങളിലെ ബന്ധുക്കൾ തമ്മിലൊക്കെയുള്ള ചെറിയ തോതിലുള്ള വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇന്ന് ഇത്തരത്തിലൊരു സംഭവം കൂടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. തീർച്ചയായും പ്രിൻസ്, ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ വണ്ടിപ്പെരിയാറിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പല ദിവസങ്ങൾ ഉണ്ടായിരുന്നു. വണ്ടിപ്പെരിയാർ തർക്കമുണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ലേ? പ്രത്യേകിച്ചും ഈ അർജുന്റെ ബന്ധുക്കളൊക്കെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട പശ്ചാത്തലം ഉണ്ടായിരുന്നു, പോലീസ് സംരക്ഷണം ഒരുക്കിയ പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു തർക്കം നടക്കുന്ന സമയത്ത് പോലീസ് അവിടെ ഉണ്ടായിരുന്നില്ല. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തർക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കത്തിക്കുത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്? ഭവ്യ, ഈ പതിവായി ഇവർ തമ്മിലുള്ള വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംസാര രീതികളൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് രാവിലെയും ഈ സമാനമായ രീതിയിലുള്ള വാക്കേറ്റമൊക്കെ ഉണ്ടാവുകയായിരുന്നു. ഇന്ന് രാവിലെ അതിനുശേഷം ഈ ഇരുവരും ബൈക്കിൽ പോകുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുകയും ഇയാളുടെ ബന്ധു, അർജുന്റെ ബന്ധു, വലിയ തോതിൽ അഭിവർഷം ചെയ്യുകയും ഒപ്പം കത്തി ഉപയോഗിച്ച് ഇവരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. അർജുന്റെ കുടുംബം മുൻപ് കോടതിയെ സമീപിക്കുകയും പോലീസിന് സംരക്ഷണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് കുടുംബത്തിനും അവരുടെ മാതാപിതാക്കൾക്കും വീട്ടിലെ മാതാപിതാക്കൾക്കും സംരക്ഷണം നൽകിയിട്ടുണ്ട്. അതേസമയം ഈ കുട്ടിയുടെ മാതാപിതാക്കളൊക്കെ തങ്ങളെ മറ്റുള്ളവർ അർജുന്റെ ബന്ധുക്കളൊക്കെ അപായപ്പെടുത്തുമെന്ന അടക്കമുള്ള ആരോപണങ്ങൾ മുൻപേ തന്നെ ഉന്നയിച്ചിരുന്നു. വലിയ തോതിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് ഇവർ മുൻപേ തന്നെ അറിയിച്ചിരുന്നു. പലതവണ ഇത്തരത്തിലുള്ള വാക്കേറ്റങ്ങളും സംഘർഷ സാധ്യതകളും ഒക്കെ ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഈ വിഷയത്തിലേക്ക് നാട്ടുകാരുടെ ഒരു ഇടപെടലുണ്ടോ? അതായത് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ്, ഈ ഒരു കേസിന്റെ വിധി വന്നതിന്, വണ്ടിപ്പെരിയാറിലെ വിധി വന്നതിന് ശേഷം രണ്ടു തട്ടിലാണ് അവിടുത്തെ ആളുകൾ. വളരെ കുറച്ചു പേർ കോടതി കുറ്റമുക്തനാക്കിയ അർജുന്റെ ഒപ്പവും കൂടുതൽ പേർ ഈ കുഞ്ഞിന്റെ വീട്ടുകാർക്കൊപ്പവും നിൽക്കുന്ന ഒരു സാഹചര്യം, രണ്ട് ചേരിയായി തിരിയുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായതാണ്. ആ ഒരു സാഹചര്യത്തിൽ ചോദിക്കട്ടെ, നാട്ടുകാരുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ടോ അവിടെ? ഭവ്യ, തീർച്ചയായും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ ഇടപെടൽ ഈ വിഷയത്തിലുണ്ട്. ആദ്യ ദിവസങ്ങളിൽ തന്നെ തോട്ടം തൊഴിലാളികളായി, പ്രത്യേകിച്ചും ഈ സംഭവം നടന്നത് വണ്ടിപ്പെരിയാറിലെ ചുരക്കുളം എസ്റ്റേറ്റിലാണ് കുട്ടി
ക്രൂരമായി കൊല്ലപ്പെട്ടത്. തോട്ടം തൊഴിലാളികൾ മാത്രം താമസിക്കുന്ന മേഖലയാണ്. അവിടെയുള്ള തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ അന്ന് സമര രംഗത്തേക്ക് വന്നിരുന്നു. വലിയ തോതിൽ ജനകീയ പ്രതിഷേധം അന്ന് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. വലിയ തോതിൽ ജനങ്ങൾ പ്രതിഷേധിച്ച് ഈ സ്റ്റേഷനിലെത്തുകയും കുറ്റക്കാർക്കെതിരെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ പോലീസ് സാധിക്കാത്തതിൽ വലിയ പ്രതിഷേധം അമർഷം ജനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് വലിയ വിവിധ പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ കക്ഷികളുടെയും സമുദായ സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ വിവിധ പ്രതിഷേധങ്ങൾ നടന്നപ്പോഴും പ്രദേശവാസികളായ ജനങ്ങളും ഇത്തരത്തിലുള്ള സമരരീതി രംഗങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഈ കുടുംബത്തിനോടൊപ്പം തന്നെയാണ് ഈ വണ്ടിപ്പെരിയാറിലെ തോട്ടം തൊഴിലാളികളായ സാധാരണ തൊഴിലാളികളായ ഭൂരിഭാഗം വരുന്ന ജനങ്ങളും. എന്നാൽ മറ്റു കോടതി കുറ്റവിമുക്തനാക്കപ്പെട്ട ആളുകളും അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളുമുണ്ട്. എന്നാലും പ്രദേശവാസികളായ ഭൂരിഭാഗം പേരും ഈ നാട്ടുകാർക്കൊപ്പം ജീവിച്ചിരിക്കണം എന്നുള്ള തങ്ങളുടെ കുടുംബാംഗം എന്ന നിലയിൽ തന്നെയാണ് ഈ കുട്ടിക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി ലഭിക്കുക എന്നുള്ള ആവശ്യത്തിന് വേണ്ടി നിലയുറച്ച് നിൽക്കുന്നത്. നിലവിൽ ഇത്തരത്തിലൊരു തർക്കം ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ വരും മണിക്കൂറുകൾ നിർണായകമാണ്. കാരണം പ്രത്യേകിച്ചും കുട്ടിയുടെ അച്ഛൻ കുത്തേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു തർക്കത്തിനുള്ള ഒരു വഴക്കിനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടോ? പോലീസിന്റെ ഒരു ഇടപെടൽ അവിടെ എങ്ങനെയാണ്? ഭവ്യ, ഈ സംഭവത്തിന് ശേഷം ഉടൻ തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ ഈ സമയത്തേക്കും പ്രതിയായി ജോഷുവിനും ഭീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. അവിടെ വെച്ചാണ് ഭീരുമേട് താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും സംഘർഷ സാധ്യത നിലവിലില്ല എന്നും മറ്റു സാഹചര്യങ്ങളില്ല എന്നുമാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. എല്ലാവിധ മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിക്കുന്നു. നേരെ പഞ്ഞിക്കുട്ടി ആണ് ഇയാൾ ഒരു ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയതെങ്കിലും പോലീസ് തുടർന്നുള്ള ആവശ്യമായ മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. എന്തായാലും ഈ കുട്ടിയുടെ പിതാവ് കൂടുതൽ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഗുരുതരമായ പരിക്കില്ലെങ്കിലും വിദഗ്ധ ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ കുട്ടിയുടെ മുത്തശ്ശിന് ഒരു കാര്യം കൂടി, കുട്ടിയുടെ പിതാവിന്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? അദ്ദേഹം ആശുപത്രിയിലാണെന്ന് അറിയുന്നു. ഭവ്യ, കുട്ടിയുടെ പിതാവിന് ഗുരുതരമായ പരിക്കില്ല എങ്കിലും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇവിടുന്ന് ആശുപത്രിയിൽ നിന്ന് മാറ്റിയത്. പരിക്ക് ഇരുകാലിനും ഏറ്റ പരിക്ക് ഗുരുതരമല്ല എങ്കിലും മികച്ച ചികിത്സ ലഭ്യമാകും. കുട്ടിയുടെ മുത്തശ്ശിന് സാരമായ ഒരു പരിക്ക് പറ്റിയിട്ടില്ല. നിസ്സാര പരിക്കുകളായിരുന്നു മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം വണ്ടിപ്പെരിയാർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും ഇവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് നോക്കുന്നത്. ശരി, പ്രിൻസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. പ്രതിയെ വെറുതെ വിട്ടതിന് പിന്നാലെ കുട്ടിയുടെ അച്ഛനെ ആക്രമിച്ചത് അപലപനീയമാണെന്ന് മുൻ MLA ബിജിമോൾ പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ വാക്കുകളിലേക്ക്. പ്രതിയുടെ ബന്ധുക്കള് കുട്ടിയുടെ അച്ഛനെയും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധുക്കളെയും ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചതായിട്ട് അറിയുന്നു. അതിനുള്ള അമർഷവും ഞെട്ടലും രേഖപ്പെടുത്തുകയാണ്. തെറ്റായ സന്ദേശമാണ് ഈ കോടതി വിധിയിലൂടെ പൊതുസമൂഹത്തിന് നൽകിയിട്ടുള്ളത്. ഒരു വക്കീലും പണവും ഉണ്ടായെങ്കിൽ ഈ സമൂഹത്തിൽ ആർക്കും എന്തുവാകാമെന്ന് പറയുന്ന ഒരു തെറ്റായ സന്ദേശമാണ് ഈ കോടതി വിധിയിലൂടെ യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് പോയിട്ടുള്ളത്. കേരള മഹിളാ സംഘത്തിന്റെ ആകാംക്ഷയും പ്രതിഷേധവും ഈ സംഭവത്തിൽ അറിയിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഗവൺമെന്റ് ശക്തമായി ഇടപെടണം. പത്തനംതിട്ടയിലെ വ്യാപാരിയുടെ കൊലപാതകത്തിന്റെ വാർത്തയിലേക്ക് എത്തണം. ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിൽ നമ്മൾ ഇനി പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. പത്തനംതിട്ട മൈലപ്ര വ്യാപാരിയുടെ കൊലപാതകത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. പത്തനംതിട്ട വലഞ്ചുഴി സ്വദേശി ഹാരിബ്, തമിഴ്നാട് തെങ്കാശി സ്വദേശികളായ ബാലസുബ്രഹ്മണ്യൻ, മുരുകൻ എന്നിവരാണ് പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഈ കേസിൽ 3 പേർ കസ്റ്റഡിയിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ 3 പേർ മാത്രമേ പ്രതികളായിട്ടുള്ളൂ. ഭവ്യ, പത്തനംതിട്ട മൈലപ്ര സ്വദേശിയായ വ്യാപാരിയുടെ കൊലപാതകത്തിലാണ് ഇപ്പൊ 3 പ്രതികൾ ഇപ്പൊ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് പത്തനംതിട്ട വലഞ്ചുഴി സ്വദേശി ഹാരിബ്, തമിഴ്നാട് സ്വദേശികളായ ബാലസുബ്രഹ്മണ്യം, മുരുകൻ എന്നീ പ്രതികളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട പോലീസിന് പിടിയിലായിരിക്കുന്നത്. ഈ ഒന്നാം പ്രതിയായ ഈ ഹാരിബിന് ഈ കൊല്ലപ്പെട്ട ജോർജ് ഉണ്ണിയുടെ കടയുമായി, വ്യാപാരിയുടെ കടയുമായി ബന്ധപ്പെട്ട് അടുത്ത ബന്ധമുള്ള ആളാണ്. ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അങ്ങനെയുള്ള പരിചയം ഈ ഹാരിബിനുണ്ട്. ഹാരിബ് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. തമിഴ്നാട്ടിൽ തെങ്കാശിയിൽ നിരവധി തവണ ജയിലിൽ കിടന്നുള്ള വ്യക്തിയാണ്. ആ ജയിലിൽ കിടന്നുള്ള പരിചയമാണ് മറ്റു പ്രതികളായ ബാലസുബ്രഹ്മണ്യൻ, അതുപോലെ തന്നെ മുരുകൻ എന്നിവരുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകത്തിൽ ആസൂത്രണം ചെയ്തത്. തുടർന്ന് 3 പേരും
പത്തനംതിട്ടയിലെത്തുകയും കഴിഞ്ഞ ശനിയാഴ്ച മൈലപ്പറയിലെത്തി ഈ ജോർജിന്റെ കടയിലെത്തുകയും തുടർന്ന് കൈകാലുകൾ ബന്ധിച്ച് ഇയാളെ കൊലപ്പെടുത്തിയ കഴുത്തിനിരിച്ച് കൊടുത്ത ശേഷം സ്വർണ്ണമാലയും 9 പവന്റെ സ്വർണ്ണമാലയും പണവും അപഹരിച്ചാണ് സംഘം കടന്നു കളഞ്ഞത്. തുടർന്ന് പോലീസ് ഇവരെ വളരെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം DVR അടക്കം പ്രതികൾ കൊണ്ടുപോയിരുന്നു. തുടർന്ന് പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് ഇപ്പോൾ പ്രതികൾ പിടിയിലായിരിക്കുന്നത്. പത്തനംതിട്ട DSP നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് തെങ്കാശിയിൽ നിന്നും ഈ 3 സംഘത്തെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ആരിഫ് പത്തനംതിട്ടയിലെ ഓട്ടോ ഓടിക്കുന്ന ആളാണ്. ആ ആരിഫിന്റെ ഓട്ടോറിക്ഷയിൽ നിന്ന് തെളിവെടുപ്പ് പോലീസ് നടത്തിയിരുന്നു. ആ തെളിവെടുപ്പിലും ഇത്തരം വിശദാംശങ്ങൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ട് ഫോറൻസിക് വിദഗ്ധരടക്കമുള്ള ആളുകൾ ഈ തെളിവെടുപ്പ് സംഘത്തിലുണ്ടായിരുന്നു. എന്തായാലും ഈ പ്രതികൾ 3 പേരും പത്തനംതിട്ട പോലീസിന് ഇന്ന് ഇവരെ വിശദമായി ചോദ്യം ചെയ്യും. മറ്റാരെങ്കിലും ഈ കൊലപാതകവും ബന്ധപ്പെട്ട് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ആരിഫിന്റെ ക്രിമിനൽ പശ്ചാത്തലവും ഒപ്പം പിടിയിലായിരിക്കുന്ന ബാലസുബ്രഹ്മണ്യം, മുരുകൻ എന്നിവരുടെ ക്രിമിനൽ പശ്ചാത്തലവും വിലയിരുത്തിക്കൊണ്ടാണ് പോലീസ് ഇത്തരത്തിലൊരു വിശദമായ അന്വേഷണം നടത്തിയിരിക്കുന്നത്. മോഷണ ശ്രമം തന്നെയാണ് കൊലപാതകത്തിന്റെ പ്രധാന കാരണം. ഈ ജോർജ് ഉണ്ണിയുടെ കഴുത്തിലുണ്ടായിരുന്ന 9 പവന്റെ മാലയാണ് ഇത്തരത്തിൽ ഇവർ അപഹരിച്ചത്. ഒപ്പം കടയിലുണ്ടായിരുന്ന പണവും അപഹരിച്ചു. പണം മറ്റ് മേഖലയിലേക്ക് മറ്റ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ മോഷ്ടിക്കപ്പെട്ട മാല പോലീസ് കസ്റ്റഡിയെടുക്കാനുള്ള തെളിവെടുപ്പിന്റെ ഭാഗമായി എവിടെയാണ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇനിയും പ്രതികളുമായി ചോദ്യം ചെയ്യുന്ന ശേഷമായിരിക്കും കണ്ടെടുക്കാൻ കഴിയുക. അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ 3 പ്രതികളും പത്തനംതിട്ട പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. അറസ്റ്റ് ഇതുവരെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള വിശദമായ ചോദ്യം ശശിനാരായണൻ, ഈ കേസിൽ മറ്റ് പ്രതികൾ ഉണ്ടോ? എന്താണ് ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ കസ്റ്റഡിയിലായ 3 പ്രതികൾക്കും കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് തന്നെയല്ലേ പോലീസ് പറയുന്നത്? ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് അത് പൂർത്തിയായോ? അതെ, 3 പ്രതികളും നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. ഹാരിബ് നേരത്തെയും പല കേസുകളിലും അറസ്റ്റിലാകുകയും ജയിൽ വാസം അനുഭവിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ്. അങ്ങനെ തെങ്കാശിയിൽ ജയിലിൽ കഴിയുന്ന സമയത്താണ് മറ്റു പ്രതികളായ ബാലസുബ്രഹ്മണ്യം, മുരുകൻ എന്നിവരുമായി ഇവർ സൗഹൃദത്തിലാകുകയും തുടർന്ന് ഈ കൃത്യം നടത്താനുള്ള ആസൂത്രണം ഹാരിബാണ് നടത്തുന്നത്. അങ്ങനെ തെങ്കാശിയിൽ നിന്ന് 2 പ്രതികളെ വരുത്തിയതിനു ശേഷമാണ് ശനിയാഴ്ച ഈ കൊലപാതകം നടത്തുന്നത്. എന്തായാലും ഈ 3 പ്രതികൾക്കും കൃത്യമായി 3 പേരും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ്. ഇവർ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ആളാണ്. നിരവധി കേസുകളിലും മോഷണ കേസിലും അടക്കം ഇവർ നേരത്തെയും പ്രതികളായിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവരുടെ ഫോൺ സന്ദേശം അടക്കം പോലീസ് ടവർ ലൊക്കേഷനൊക്കെ കേന്ദ്രീകരിച്ചാണ് പ്രതികളിലേക്ക് എത്തിയത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ കേസുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട നഗരത്തിൽ നടന്നൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൃത്യമായി തെളിവുകളില്ലാതെ പോലീസിനെതിരെ വലിയ ആക്ഷേപം ഉണ്ടായ സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് കൃത്യമായി ഈ 3 പ്രതികളിലേക്കും എത്തി ഇവരെ 3 പേരെയും ഇപ്പോൾ കസ്റ്റഡി എടുത്തുള്ള വിശദമായ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൃത്യമായ ഇവർ മറ്റേതെങ്കിലും തരത്തിൽ ഈ മോഷണശ്രമം അല്ലാതെ മറ്റേതെങ്കിലും കാര്യമാണോ ഇത് കൊലപാതകത്തിന് പിന്നിലുള്ള എന്ന കാര്യത്തെക്കുറിച്ച് പോലീസിന് കൃത്യമായ ഒരു വിവരം ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 3 പ്രതികളെയും ചോദ്യം ചെയ്തത്. ഹാരിബിനെ ഇന്ന് ഓട്ടോറിക്ഷ പത്തനംതിട്ട അബാൻ ജംഗ്ഷനിലാണ് പാർക്ക് ചെയ്തത്. ഇവർ കൊലപാതകത്തിന് ശേഷം കൃത്യം നടത്തിയതിനു ശേഷം പത്തനംതിട്ടയിൽ ഓട്ടോറിക്ഷയിൽ 3 പേരും വരുന്നു. തുടർന്ന് ഈ 2 പേരും പ്രതികളായ ബാലസുബ്രഹ്മണ്യം, മുരുകനെയും പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്നാണ് തമിഴ്നാട്ടിലേക്ക് കയറ്റിവിടുന്നത്. അന്ന് സുരക്ഷിതമായി വിട്ടതിന് ശേഷമാണ് ഹാരിബ് ഉള്ളിൽ പോകുന്നത്. എന്തായാലും ഇവരുടെ ഫോൺ സന്ദേശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ആദ്യ ദിവസം തന്നെ ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും പ്രതികളിലേക്ക് എത്താവുന്ന തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. കടയിലുണ്ടായിരുന്ന DVR അടക്കം CCTV DVR അടക്കം പ്രതികൾ മോഷ്ടിച്ചുകൊണ്ട് പോയിരുന്നു. അതുകൊണ്ട് ഈ കൃത്യമായി പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞില്ല. പക്ഷേ ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പത്തനംതിട്ട DSP നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കൃത്യമായി പ്രതികളെ തമിഴ്നാട്ടിൽ തെങ്കാശിയിൽ നിന്ന് രാവിലെയോടുകൂടി പിടികൂടിയിട്ടുണ്ട്. എന്തായാലും വിശദമായി ചോദ്യം ചെയ്യുക. അല്പസമയത്തിലാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. പിന്നീടായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പത്തനംതിട്ട മൈലപ്ര വ്യാപാരിയുടെ കൊലപാതകത്തിൽ 3 പേർ കസ്റ്റഡിയിലായിരിക്കുന്നതാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. പത്തനംതിട്ട വലഞ്ചുഴി സ്വദേശി ഹാരിബ്, തമിഴ്നാട് തെങ്കാശി സ്വദേശികളായ ബാലസുബ്രഹ്മണ്യൻ, മുരുകൻ എന്നിവരാണ് പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നാണ് ഈ 3 പ്രതികളെയും കസ്റ്റഡിയിലെടുത്തത്. ശശിനാരായണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഈ പരിപാടി